ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൺമണി കേണലും കൂടി സംസാരിക്കുന്നതാണ്. കേണൽ കൺമണിയോട് കൃഷ സമരക്കാരുമായിട്ട് സംസാരിച്ച് ഞാൻ അറിഞ്ഞു എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കേണലിനോട് സാർ ഒന്നോർത്ത് പേടിക്കേണ്ട, ക്രിഡ് സാർ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൺമണിയോട് ഇല്ല കൺമണി, കൃഷ്ണ ഈ സമരം അവസാനിപ്പിക്കാൻ സാധിക്കില്ല, കൃഷി ഇതിൽ തോൽക്കും, തോറ്റ് തൊപ്പിയിടുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ്. തുടർന്ന് കേണൽ പിന്നെ കൺമണിയോട് ഒരു പക്ഷേ കൺമണിയുടെ സഹായമുണ്ടെങ്കിൽ കൃഷ്ണ ഈ സമരം അവസാനിപ്പിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുറന്ന് കേണൽ പിന്നെ കൺമണിയോട് ഒരാളുടെ വിജയം ടീം വർക്കിലാണ്, ഞാൻ ഒരു കേണലാണ്. തുറന്ന് കൺമണി, ഞാൻ കണ്ട നല്ല മനുഷ്യരിൽ ഒരാളാണ് ക്രിഡ് സാർ. സാർ വളരെ സിമ്പിൾ ആണ്, ഒരു അത്യാഗ്രഹവും ആർഭാടവും ഒന്നും സാറിനില്ല. ഞാൻ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയാണ്, ഒരു കളങ്കമില്ലാതെയാണ് സാർ എന്നെ സ്നേഹിക്കുന്നത്. എന്നാൽ അത് കേട്ട് കേണൽ, അത് കൺമണിയുടെ ഭാഗ്യമല്ല, കൃഷ്ണ കിട്ടിയിരിക്കുന്ന ഭാഗ്യമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ സമരക്കാരുമായിട്ടുണ്ടായ പ്രശ്നം മധു എന്നോട് പറഞ്ഞു. ആ സമയത്ത് കൺമണി ഇടപെട്ടാണ് ആ സമരക്കാരെ അനുനയിപ്പിച്ചത്. പിന്നെ ദേവ്ജിയും എന്നോട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കേട്ട് കൺമണി ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ക്രിഡ് സാർ തന്നെ ഒറ്റയ്ക്ക് പരിഹരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കേണൽ, കൃഷി തന്നെ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം, കൃഷി ഒറ്റയ്ക്ക് തന്നെ അത് പരിഹരിക്കണം, അതിന് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. തുടർന്ന് കൺമണി, സമരക്കാരുമായിട്ട് ചർച്ച കഴിഞ്ഞിട്ട് ക്രിഡ് സാർ നല്ല വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് കേണൽ സാർ കൃഷ്ണനെ കളിയാക്കിയത്. എന്നാൽ അത് കേട്ട് കേണൽ, ഞാൻ മനഃപൂർവ്വമാണ് കൃഷ്ണനെ കളിയാക്കിയത്, ഞാൻ ഇനിയും കൃഷ്ണനെ കളിയാക്കും. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, കൃഷിന്റെ ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കൃഷിന്റെ ഉള്ളിൽ ഒരു വാശിക്കാരനും എടുത്തുചാട്ടക്കാരനുമുണ്ട്, അത് ഇല്ലാതാക്കണം. ഒരു യഥാർത്ഥ ഹീറോയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കൃഷിനുണ്ട്. സത്യത്തിൽ കൃഷിനെ ഒന്ന് മോൾഡ് ചെയ്ത് ഒരു പെർഫെക്റ്റ് മാനാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പരീക്ഷണങ്ങളെല്ലാം കൊടുക്കുന്നത്. പക്ഷേ കൃഷി ഒറ്റയ്ക്കല്ല, കൃഷിന്റെ കൂടെ ഒരു പെർഫെക്റ്റ് ഹീറോയിനും കൂടി ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാവുകയാണ്. കൃഷ്, കൺമണി, നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു രസമാണ്. നമ്മളെ പോലെ കേണലും അത് ആസ്വദിക്കുകയാണ്. സോ കൃഷ്ണനെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് റെഡിയാക്കാൻ ശ്രമിക്കുന്നത് കൺമണിക്കും കൂടി വേണ്ടിയാണ്. അതിരിക്കട്ടെ, കൃഷ്ണ കളിയാക്കിയാൽ കൺമണിക്ക് വിഷമമാകുമല്ലേ? എന്നാൽ അത് കേട്ട് കൺമണി ചെറിയൊരു നാണത്തോടുകൂടി ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. അല്ല സാർ, അത് എന്നൊക്കെ പറയുമ്പോഴേക്കും കേണൽ, മതി മതി, എനിക്ക് മനസ്സിലായി, ദേവ്ജി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാണ്, ചേരേണ്ടവർ തന്നെയാണ്. ദേവ്ജി എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞു, കൺമണി ഇങ്ങോട്ട് വന്നത് എന്തോ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന്, അതെന്തായെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി, അതിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. തുറന്ന് കേണൽ കൺമണിയോട് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ കേണൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കൺമണിക്ക് സന്തോഷമായിട്ട് നിൽക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന ശ്രീനിയാണ്. ശ്രീനി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുല് വരികയാണ്. തുറന്ന് ഗോകുല് പിന്നെ ശ്രീനിയോട് നമുക്ക് ഇവിടെ വരുൺ വന്ന കാര്യം അപ്പയെ വിളിച്ച് അറിയിക്കേണ്ടെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി ഗോകുലിനോട്, അയ്യോ മോനെ, നീ ഈ കാര്യം അപ്പയെ വിളിച്ച് അറിയിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പ ഏതോ പ്രോജക്റ്റിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്, അപ്പയുടെ മനസ്സ് നീ വിഷമിപ്പിക്കേണ്ട, അപ്പയുടെ കോൺസെൻട്രേഷൻ നീ ആയിട്ട് കളയണ്ട, നീ കാര്യങ്ങളൊന്നും അപ്പയെ വിളിച്ച് അറിയിക്കേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുൺ വരികയാണ്. തുറന്ന് വരുൺ പിന്നെ ശ്രീനിയുടെ മുഖത്ത് നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ ശ്രീനിക്കും ഗോകുലെല്ലാം നല്ല ദേഷ്യം നിൽക്കുകയാണ്. ശ്രീനി ഇങ്ങനെ ചുണ്ട് കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ടു വരുൺ പിന്നെ നല്ല ഗൗരവത്തിൽ ശ്രീനിയുടെ അടുത്ത് ചെന്നിട്ട്, ഒരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നതാണ് മര്യാദ. എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് ദേഷ്യം വരികയാണ്. ശ്രീനി പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ വരുണോട്, അതല്ല മര്യാദക്കേട്, വല്ലവരുടെയും വീട്ടിൽ വലിഞ്ഞു കയറി ഇങ്ങനെ താമസിക്കാൻ വരുന്നതാണ് മര്യാദക്കേട്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ ശ്രീനിയോട്, കൺമണിയുടെ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യേ, വേഗം തന്നെ കൺമണിയെ വിളിച്ച് പറ, ഞാൻ കൺമണിയെ കാത്ത് ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്, കഴിഞ്ഞതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാണ്, എന്നെ ഒന്ന് കല്യാണം കഴിച്ച് പോകാൻ പറ. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ശ്രീനി മുട്ടുംകാല് പൊക്കിയൊന്നും മിണ്ടാതിരിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് വരുണെ പേടിപ്പിക്കുകയാണ്. എന്നാൽ അത് കണ്ടു വരുൺ ശരിക്കൊന്ന് പേടിക്കുകയാണ്. രണ്ട് കൈ ക്രോസ് ആകൃതിയിൽ വെച്ച് സമാധാനം എന്ന രീതിയിൽ നിൽക്കുകയാണ് വരുൺ. എന്നാൽ അപ്പോഴും ശ്രീനിയുടെ ദേഷ്യം മാറുന്നില്ല. എന്റെ മോളുടെ ജീവിതം തൊലയ്ക്കാൻ ഇറങ്ങിയതാണ് ഇവൻ, ഞാൻ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞൊരു ഭീഷണിയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഒന്ന് ചിരിച്ചുകൊണ്ട്, നിങ്ങളെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ്. കൊല്ലുന്നു പറയാം, പക്ഷെ കൊല്ലാൻ സാധിക്കില്ല. പിന്നെ ഞാൻ മര്യാദയ്ക്കുള്ള കാര്യം പറയാം, അവളെ എന്നെ കെട്ടിക്ക്, ആ കൃഷിന്റെ പുറകെ നടന്നാൽ അവളുടെ ജീവിതം കട്ട പുകയാണ്. അവന്റെ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ വലിച്ചെറിയും. എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. വീണ്ടും ശ്രീനി മുട്ടുകാലും പൊക്കി, മിണ്ടാതിരുന്നില്ലെങ്കിൽ പടാക്കി കളയുമെന്ന് പറഞ്ഞ് വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. തുടർന്ന് ഗോകുല് വീണ്ടും ശ്രീനിയെ പിടിച്ചു മാറ്റുകയാണ്. വേണ്ട മുത്തശ്ശ എന്ന് പറഞ്ഞ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ഗോകുലിനോട്, നമ്മുടെ കൺമണിയെ കുറിച്ച് ഈ വൃത്തികെട്ടവൻ പറയുന്നത് നീ കേട്ടില്ലേ, നമ്മുടെ കൺമണി ഇങ്ങനെ വഴി പഴച്ചു പോകുന്നവളല്ല, അവൾക്ക് അവളെ സംരക്ഷിക്കാൻ അറിയാം, നിന്നെ പോലെയല്ല, മറ്റാരേക്കാളും വിവേകമുള്ളവളാണ് കൺമണി. എന്നാൽ അത് കേട്ട് വരുണൊന്ന് ചിരിച്ചുകൊണ്ട്, എന്റെ അച്ഛ, നിങ്ങൾക്ക് കൺമണിയെ അറിയാം, പക്ഷെ കൃഷ്ണ അറിയില്ലല്ലോ. കൃഷി ചാവച്ചു തൊപ്പിയ പെണ്ണുങ്ങളുടെ ലിസ്റ്റ് കേൾക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുൺ തന്റെ കൈവിരലിൽ ഓരോ പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞ് നമ്പർ എണ്ണുകയാണ്.
ഒന്ന് അഞ്ജലി നാഥ് 26 വയസ്സ്. എന്നാൽ അപ്പോഴേക്ക് ശ്രീനി നല്ല ദേഷ്യത്തിൽ വരുണിന്റെ മുഖത്ത് നോക്കി നിർത്തട, ഇനി നീ വായി തുറന്ന നീ പടമാകുമെന്ന് പറഞ്ഞ് വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ഗോകുൽ പിന്നെ അച്ഛനോട് അച്ഛൻ ഇനി ഒന്നും പറയണ്ട, ഇനി ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ പിന്നെ വരുണോടാണ് സംസാരിക്കുന്നത്. വരുൺ ചേട്ടാ. എന്നാൽ അത് കേട്ട് വരുൺ ഗോകുലിനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ഓ എന്ന് നീട്ടി കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ഗോകുല് ചേട്ടനൊന്ന് മിണ്ടാതിരിക്കാമോ എന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ദേഷ്യം വരികയാണ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. നോക്ക്, നിന്റെ വീട്ടുകാരെല്ലാരും ചേർന്നാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. നിന്റെ അച്ഛനോടെ വല്ല തമിഴ്നാട്ടിൽ പോയി ഒളിച്ചിരിക്കാതെ ഇവിടെ വന്ന പ്രശ്നങ്ങൾ തീർക്കാൻ പറയുകയാണ് വരുൺ. അത് ന്യായം. ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി പറയാം. ഒന്നുകിൽ കൺമണി എനിക്ക് കെട്ടിച്ചു തരിക, അതല്ലെങ്കിൽ എന്റെ സ്വർണ്ണവും പണവും എനിക്ക് തിരിച്ചു തരിക. രണ്ടിലൊന്ന് എനിക്ക് എന്തായാലും വേണം, അതല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ നാശം കണ്ടേ പോകൂ. എന്നാൽ അത് കേട്ട് ഗോകുൽ പിന്നെ വരുണോട് അങ്ങനെ ചേട്ടനെ ഞങ്ങളെ നശിപ്പിക്കാനൊന്നും സാധിക്കില്ല, ഞങ്ങളെ തൊട്ടാൽ ചോദിക്കാൻ ക്രിട്സാർ ഇങ്ങോട്ടൊരു വരും. എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ്. വരുൺ പിന്നെ ഗോകുലിനെ കളിയാക്കിക്കൊണ്ട് എന്താടാ കൃമി നീ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുലും തിരിച്ചടിക്കുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞ ചേട്ടൻ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ക്രിട്സാറിനോട് വിളിച്ച് പറഞ്ഞ ചേട്ടന്റെ ഒടിയാത്ത ബാക്കിയെല്ലാം കൂടി ഓടിച്ച് പൊടിയാക്കും. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ ഗോകുലിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കാൻ വേണ്ടി കൈ മുന്നിലേക്ക് എടുക്കുന്ന സമയത്ത് വരുണ് വേദന എടുക്കുകയാണ്. അയ്യോ എന്റെ കൈ കൊച്ചി പിടിച്ചടാ, അയ്യോ എന്റെ കൈ കൊച്ചി പിടിച്ചടാ, ഡാ മോനെ ഒന്ന് നേരെയാക്കടാ, എന്റെ കൈ ഒന്ന് നേരെയാക്കടാ എന്ന് ഗോകുലിനോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുല് ഇത് തന്നെയാണ് പറ്റിയ സമയം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗോകുല് മനഃപൂർവ്വം വരുണിന്റെ കൈ പിടിച്ച് ഒന്നും കൂടി തിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് വരുൺ അലമുറയിട്ട് കരയുകയാണ്. അയ്യോ എന്റെ കൈ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുകയാണ്. തുറന്ന് വരുൺ നല്ല ദേഷ്യത്തിൽ പിന്നെ ഗോകുലിനോട് നീ ഇത് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞ് ഗോകുലിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഗോകുല് അയ്യോ വരുൺ ചേട്ടൻ ഇത് എന്താണ് പറയുന്നത്, ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടന്റെ കൈ കയറി പിടിച്ചത്. എന്നാൽ ഇതെല്ലാം കണ്ട് ശ്രീനി ചിരിക്കുകയാണ്. തുറന്ന് വരുൺ നല്ല ദേഷ്യം കൺമണിയെ എനിക്ക് കെട്ടിച്ചു തന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ വേഗം തന്നെ അവിടുന്ന് തടി തപ്പുകയാണ്. ഏത് നശിച്ച നേരത്താണാവോ ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അവിടുന്ന് പോവുകയാണ്. എന്നാൽ വരുൺ പോയ ശേഷം ഗോകുൽ പിന്നെ മനസ്സിൽ പറയുന്നത് എന്തായാലും വരുണെ കുറിച്ച് ക്രിട്സാറിനോടൊന്ന് അറിയിക്കണം, വരുണ് നല്ല പണി വാങ്ങിച്ചു കൊടുക്കണം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്രീനിക്ക് ഒരു കോൾ വരികയാണ്. കൺമണിയാണ് വിളിക്കുന്നത്. തുറന്ന് ഗോകുലിനോട് പിന്നെ ശ്രീനി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ കൺമണിയോട് പറയരുത്, ഇവിടെ വരുൺ വന്നിട്ടുള്ള കാര്യം പോലും കൺമണി അറിയാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് ശ്രീനിയെ ഫോൺ എടുക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ അച്ഛനോട് അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. തുറന്ന് ശ്രീനി പിന്നെ കൺമണിയോട് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി ഞാനിപ്പോൾ പൊന്നുമേടിലാണെന്ന് പറയുകയാണ്. തുറന്ന് ശ്രീനി പിന്നെ കൺമണിയോട് അവിടെ ക്രിട്സാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഈശ്വര അച്ഛനെ ഞാൻ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ടാകുമോ എന്നിങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ക്രിട്സാർ കൂടെയുണ്ടെന്ന് അറിഞ്ഞാൽ അച്ഛൻ തന്നെ ചീത്ത പറയുമോ എന്ന് ചിന്തിച്ചിട്ടാണ് കൺമണി നിൽക്കുന്നത്. തുടർന്ന് കൺമണി പിന്നെ അച്ഛനോട് ഉണ്ടച്ഛ ക്രിട്സാർ കൂടെയുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി ഹാവോ ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്നാൽ ആ മറുപടി കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ അച്ഛനോട് വിശദമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറയും, ഞാൻ ഇപ്പോൾ വലിയൊരു പ്രോജക്ടിന്റെ ഡിസൈനിലാണെന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീനിയുടെ കയ്യിൽ നിന്ന് ഗോകുല് ഫോൺ വാങ്ങി കൺമണിയോട് സംസാരിക്കുകയാണ്. അവിടെ ക്രിട്സാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി ഉണ്ട്ര ഇവിടെ ക്രിട്സാർ എനിക്കൊപ്പം തന്നെയുണ്ടെന്ന് പറയുമ്പോൾ ഗോകുല് അപ്പ എപ്പോഴും ക്രിട്സാറിന്റെ കൂടെ നടന്നോളൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഗോകുല് ആ വരുണും അനിരുദ്ധവും അപ്പയ്ക്ക് പണി തരുന്നതിന് വേണ്ടി നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് അപ്പ എപ്പോഴും ക്രിട്സാറിന്റെ കൂടെ തന്നെ നടന്നാൽ മതി എന്ന് പറയുകയാണ് ഗോകുൽ. ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന സുജാതയാണ്. സുജാത വീട്ടിൽ ഇങ്ങനെ പണികൾ ഇങ്ങനെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. സുജാത ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് മാനസ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് കൃഷ്ണ എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ആന്റിയമ്മയെ പിടിച്ചാൽ പോരാ, സുജാതയെ തന്നെ പിടിക്കണം. ആന്റിയമ്മ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഇതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാനസ നേരെ സുജാതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത നല്ല ഗൗരവത്തിലാണ്. തുടർന്ന് മാനസ സുജാതയെ വിളിക്കുകയാണ്. ആന്റി എന്നോട് ക്ഷമിക്കണം, ആന്റിയോട് കുറച്ചു മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയില്ലേ, അത് അപ്പോഴത്തെ എന്റെ ആ ദേഷ്യത്തിലും വിഷമത്തിലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ആന്റി എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം മനസ്സിലായി ആന്റി, എനിക്ക് എന്തായാലും കൃഷ്ണ കിട്ടില്ല, എനിക്ക് മടുത്തു ആന്റി. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് കൃഷ്ണ വേണ്ട. എന്നാൽ ആ മറുപടി കേട്ട് സുജാതയൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സുജാത പിന്നെ മാനസിയോട് അയ്യോ മാനസ നീ എന്താണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ സുജാതയോട് നമ്മൾ എത്രയൊക്കെ വാശി പിടിച്ച് കൃഷ്ണ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. കാരണം കൃഷ്ണ എന്നോട് ഒരു തരത്തിലുള്ള ഇഷ്ടവുമില്ല, കൃഷ്ണ ഇഷ്ടം കൺമണിയാണ്. അങ്ങനെ കൃഷ്ണ നിർബന്ധിച്ചുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണ്ട എന്ന് പറയുകയാണ് മാനസ. ഇതൊക്കെ സുജാതയെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി മാനസ നടത്തുന്ന പൊറോട്ട നാടകമാണ്. ഇനി കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൃഷും കൺമണിയുമായുള്ള വിവാഹം നടത്തും. കൃഷിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ തന്നെ സമ്മതമോളും. എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പായിരിക്കുകയാണ്.
അതുകൊണ്ട് ഇനി ഞാൻ വെറുതെ കൃഷിന്റെ പുറകെ നടന്ന സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പൊയ്ക്കോളാം ആന്റി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് ദേഷ്യം വരികയാണ്. നീ അങ്ങനെയൊന്നും പറയരുത് മാനസ, കൺമണിക്ക് കൃഷിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ല വലിയ ആർഭാടമായിട്ട് മാനസിയുടെ കൃഷിന്റെ വിവാഹ നിശ്ചയം ഞങ്ങൾ നടത്തിയത്. കൃഷ് ആരുടെ വിരലിലാണോ മോതിരം അണിച്ചത് അവരെ തന്നെ കൃഷ് കല്യാണം കഴിച്ചിരിക്കും. ഇതിപ്പോൾ എന്റെ ഒരു വാശി കൂടിയാണ്. എന്നാൽ അത് കേട്ട് മാനസ കൃഷിന്റെ കാര്യത്തിൽ ആന്റിക്കോ അങ്കിളിനോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് വീട്ടിൽ ദേഷ്യം വരികയാണ്. മാനസ, കൃഷ് എന്റെ മകനാണ്, ഞാൻ കൃഷിന്റെ അമ്മയാണ്, ഞാൻ പറഞ്ഞാൽ കൃഷിന് അത് തള്ളിക്കളയാൻ സാധിക്കില്ല. മോള് വിഷമിക്കാതിരിക്കെ, കൃഷി ഞങ്ങളുടെ മകനാണ്, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. പിന്നെ അവരിപ്പോൾ പോയിരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ പുതിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നതാണ്, അതല്ലാതെ നീ തെറ്റിദ്ധരിക്കാൻ മാത്രം ഒന്നും തന്നെയില്ല. എന്നാൽ അത് കേട്ട് മാനസ, എന്നാലും ആന്റി എനിക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന് പറയുമ്പോൾ സുജാത, മോളൊന്നോർത്ത് പേടിക്കേണ്ട, ആന്റി ഉണ്ട് മോളുടെ കൂടെ, മേഘൂന എന്ന് പറഞ്ഞുകൊണ്ട് സുജാത മാനസയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് മാനസിക സന്തോഷമാവുകയാണ്. തുടർന്ന് മാനസ ഒരു വളിച്ചു ചിരിയുമായിട്ട് അവിടുന്ന് പോവുകയാണ്. താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുന്നു, അതിന്റെ സന്തോഷത്തിലാണ് മാനസ പോകുന്നത്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ഇങ്ങനെ എന്തോ ആലോചിച്ച് നല്ല ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരികയാണ്. എന്നാൽ കൃഷി വന്നതൊന്നും കൺമണി കണ്ടിട്ടില്ല. തുറന്ന് കൃഷി കൺമണിയുടെ തൊട്ടപ്പുറത്ത് വന്നിരുന്നിട്ട് കൺമണിയെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷിന്റെ വിളി കേട്ടൊന്ന് ഞെട്ടുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട്, അയ്യോ കൺമണി ഇത് ഏത് ലോകത്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, അയ്യോ സാർ, ഞാൻ വരയ്ക്കാനുള്ള പുതിയ ഡിസൈനിന്റെ ആലോചനയിലായിരുന്നു, അത് മനസ്സിലിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വരികയായിരുന്നു. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് സോറി പറയുകയാണ്. അയ്യോ ഞാൻ വന്നത് ശല്യമായോ, സോറി കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി, അയ്യോ സാറേ സോറി ഒന്നും വേണ്ട, എനിക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷിയുടെ സന്തോഷമാവുകയാണ്. അത് ശരി, കൺമണിക്ക് ഡിസൈനിന്റെ പുതിയൊരു ഐഡിയ കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് തലയാട്ടുകയാണ്. സാറേ ഐഡിയ കിട്ടി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ചുറ്റുപാടൊന്ന് നോക്കിക്കൊണ്ട് കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനെ നീട്ടി വിളിക്കുകയാണ്. കൃഷ് സാർ, ഇതെന്താണ് കാണിച്ചതെന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ചെറിയൊരു ചമ്മലോടുകൂടി, കൺമണി ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു ഐഡിയ കിട്ടിയെന്ന്, അതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ചെറിയൊരു സമ്മാനം തന്നതാണ്, പിന്നെ നേരത്തെ നീ എന്റെ വിഷമം മാറ്റി തന്നില്ലേ, അതിന്റെയും കൂടി സമ്മാനമാണെന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് കൺമണി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൺമണി, ഞാൻ അതിനെ എപ്പോൾ സാറിന്റെ വിഷമം മാറ്റിയെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്, കേണൽ എന്നെ കളിയാക്കിയപ്പോൾ എന്റെ വിഷമം മാറ്റി നീ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്നില്ലേ. എന്നാൽ അത് കേട്ട് കൺമണി ഇങ്ങനെ കൃഷ്ണനാക്കിക്കൊണ്ട് തലയാട്ടുകയാണ്. നടക്കട്ടെ നടക്കട്ടെ എന്ന രീതിയിൽ. തുടർന്ന് കൃഷി ഇങ്ങനെ കൺമണി ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. നീ വലിയ കലാകാരിയാണ്, പിന്നെ നല്ലൊരു ഫ്രണ്ടുമാണ്, അത് രണ്ടും കൂടി ചേർത്താണ് ഞാൻ ഇപ്പോൾ ഒരു ഉമ്മ തന്നിരിക്കുന്നത്, നീ ഇതേ വലിയൊരു സംഭവമാണ് കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അടുത്ത ഗഡു ഉമ്മയുമായിട്ട് കൺമണിയുടെ കവിളുടെ അടുത്തേക്ക് ചുണ്ടുമായിട്ട് ചെല്ലുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി കൃഷിനെ ബലമായിട്ട് പിടിച്ചു തള്ളുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി നല്ല ദേഷ്യത്തിലും സങ്കടത്തിലും, കണ്ടോ നീ ഉമ്മയുടെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ഒട്ടും റിയലിസ്റ്റിക് അല്ല, ബാക്കി എല്ലാ കാര്യത്തിലും നീ വലിയ റിയലിസ്റ്റിക് ആണ്. എന്നാൽ അത് കേട്ട് കൺമണി, അയ്യോ സാർ അങ്ങനെയൊന്നും പറയല്ലെന്ന് പറയുമ്പോഴേക്കും കൃഷി അതേ കണ്ടില്ലേ വീണ്ടും അയ്യോ സാർ. തുടർന്ന് കൃഷി ഇങ്ങനെ പതപ്പിക്കുകയാണ്. മാക്സിമം സോപ്പ് പൊടിയിട്ട് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി. അങ്ങനെ കുറെ സാഹിത്യ ഡയലോഗുകളെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷി കൺമണിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അയാൾ നിന്റെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ അയാൾ നിന്റെ ജീവിതത്തിനെ തന്നെയാണ് ചുംബിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയും രണ്ടുപേരും ഇങ്ങനെ റൊമാൻറ്റിക് മൂഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി വീണ്ടും അടുത്ത ഗഡു ഉമ്മ കൊടുക്കാൻ നിൽക്കുമ്പോൾ കൺമണി കൃഷ്ണ തടയുകയാണ്. മതി മതി, ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, മതി മതി, ഇന്ന് ഇത്ര മതി എന്ന് പറയുകയാണ്. പഠിപ്പിച്ച് തൽക്കാലം മതി, ഇനി ഞാൻ തനിയെ പഠിച്ചോളാം എന്ന് പറയുകയാണ് കൺമണി. കേണൽ സാർ ഇത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മോനായിരിക്കും ജീവിതം പഠിക്കുക, അതുകൊണ്ട് മോൻ വേഗം തന്നെ സ്റ്റാൻഡ് വിട്ടോ, 100 റൗണ്ട് ഓട്ടം മറന്നിട്ടില്ലല്ലോ. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട്, ഇവിടുന്ന് പോയാലും ഇവിടുത്തെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഓർക്കാനുണ്ടാകും എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട്, സാർ ഇടപെട്ട് ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, എന്റെ ഏറ്റവും വലിയ സ്വപ്നം സാർ ആ തൊഴിലാളികളുമായിട്ട് സംസാരിച്ച് ഈ കമ്പനി തുറക്കുന്നതാണ്. എന്നാൽ അത് കേട്ട് കൃഷി, അതിനില്ലേ എനിക്ക് കുറച്ചുകൂടി ഊർജ്ജം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്, ടൈറ്റാനിക്കിലെ ജാക്ക് നിൽക്കുന്ന പോലെ. അതും പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ ചുംബിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് അടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷിന്റെ മുഖം ബലമായിട്ട് തടയുകയാണ്. അങ്ങനെ കൃഷി കൺമണിയെ ഉമ്മ വെച്ചില്ല എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലടിക്കുകയാണ്. സിനിമാ തിയേറ്ററിലെ ബെല്ലടിക്കുന്ന പോലെ കൃന്ന് പറഞ്ഞൊരു ബെല്ലടിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷി കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനൊരു ബെല്ലെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് കൃഷി നല്ല ദേഷ്യം വരികയാണ്. ഇതാ കേണൽ സാറിന്റെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ദേഷ്യപ്പെടുകയാണ്. ഇത് വാണിങ്ങിനുള്ള ബെല്ലാണ്, ദുഷ്ടൻ. എന്നാൽ അത് കണ്ട് കൺമണി, അയ്യോ സാറ് ഇനി ഇവിടെ സാറിങ്ങനെ നിൽക്കണ്ട, സാറ് പൊയ്ക്കോ എന്ന് പറയുകയാണ് കൺമണി. അയാളെ വെറുതെ ദേഷ്യപ്പെടുത്തട്ട, സാർ വേഗം പൊയ്ക്കോളാൻ പറയുകയാണ്. കേണൽ സാർ കണ്ടു കാണുമെന്തോ. എന്നാൽ അത് കേട്ട് കൃഷി, കേണൽ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുകയാണ്.
പ്രണയം ആര് കണ്ടാലും കുഴപ്പമില്ല, അത് മനോഹരമായ ഒരു വികാരമാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് വീണ്ടും കൺമണിയെ ചുംബിക്കുന്നതിന് വേണ്ടി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ബെല്ലടിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വീണ്ടും കൃഷ്ണന് ദേഷ്യം വരികയാണ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ഇതെന്താ വല്ല ബിഗ് ബോസ് എങ്ങാനാണോ? തുറന്ന് കൺമണി അയ്യോ സാറേ വേഗം പൊയ്ക്കോ, പ്രശ്നമാകും, വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ നിർബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുറന്ന് കൃഷ് ഓക്കെ കൺമണി ഞാൻ ഇവിടുന്ന് പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യേ, നീ നല്ലൊരു ഡിസൈൻ തയ്യാറാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്നത് മാനസികയുടെ ചാരൻ ശ്രീദേവിയാണ്. കൃഷും കൺമണിയും എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് മഹിയുടെ നാവിൽ നിന്ന് അറിയുന്നതിന് വേണ്ടി ശ്രീദേവി ഒരു ബോക്സിൽ ഒരു ലഡുവുമായിട്ട് മഹിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ശ്രീദേവി ആകെയുള്ള ലഡു മഹിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് മഹി ആ ലഡു എടുത്ത് കഴിക്കുകയാണ്. തുടർന്ന് മഹി എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി ഞാൻ ഇനി സാറിനോട് ആ കാര്യം പറയാം, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മഹി ശ്രീദേവിയെ ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. തുടർന്ന് മഹി അയ്യോ ഇതിൽ എനിക്ക് മാത്രമുള്ള ലഡു അല്ലേ ഉള്ളൂ, ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി കൊടുക്കുന്നില്ല സാർ. എന്നാൽ അത് കേട്ട് മഹി ഒന്ന് ഞെട്ടുകയാണ്. അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീദേവി എന്റെ എല്ലാ ബർത്ത്ഡേയും ഇങ്ങനെ തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് സ്വീറ്റ്സ് കൊടുക്കൂ, ആ ഒരാൾക്ക് മാത്രമേ അന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയും കൂടി ചെയ്യുള്ളൂ, ഇതിപ്പോൾ സാറിന് മാത്രമേ അറിയുള്ളൂ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ എന്ന്. എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് മഹി. തുറന്ന മഹി കുട്ടിയുടെ അമ്മയ്ക്ക് അറിയോ കുട്ടിയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന്? അല്ല, എന്നോട് ഇത്രമാത്രം ഇഷ്ടം തോന്നുന്ന കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സഹായവും ചെയ്തിട്ടില്ല, അത് മാത്രമല്ല ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളെ കളിയാക്കിയതും കൂടിയാണ്. എന്നാൽ അത് കേട്ട് ശ്രീദേവി ചെറിയൊരു കളച്ചിരിയോടുകൂടി പിന്നെ മഹിയോട് ആ കളിയാക്കൽ എനിക്ക് അത്യാവശ്യമായിരുന്നു സാർ, ഞാൻ വലിയ സംഭവമായിരുന്നു എന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു, ഒറ്റ ദിവസം സത്യം എന്താണെന്ന് നിങ്ങൾ എന്നെ മനസ്സിലാക്കി തന്നോ, അങ്ങനൊരു തിരിച്ചറിവ് വരാൻ മഹി സാർ എന്നെ ഒരുപാട് സഹായിച്ചു. എന്നാൽ അതെല്ലാം കേട്ട് വളിച്ച് ചിരിയുമായിട്ട് ഇരിക്കുകയാണ് മഹി. തുറന്ന് മഹിയുടെ മുന്നിലുള്ള ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന മഹിയെ കണ്ട് ശ്രീദേവി ആ ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണ്. അയ്യോ സൂപ്പർ ഡിസൈൻ, ഇത് ആരുടെ ഡിസൈൻ ആണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് മഹി ഇത് കൺമണിയുടെ പണ്ടത്തെ പഴയൊരു ഡിസൈൻ ആണെന്ന് പറയുകയാണ്. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി മഹിയുടെ പുറകിൽ പോയി നിൽക്കുകയാണ്. അതിനുശേഷം ശ്രീദേവി മഹിയുടെ പുറകിലേക്ക് ചാരി നിൽക്കുകയാണ്. കൂമ്പൊടിഞ്ഞ വാഴയ്ക്ക് താങ്ങ് കൊടുക്കാൻ നിൽക്കുന്ന പോലെ മഹി ശ്രീദേവിക്ക് താങ്ങ് കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മഹി ആകെ കിളി പോയിട്ടാണ് നിൽക്കുന്നത്. ഈശ്വര ഇതും ഇങ്ങനെ എന്റെ തലയിലാകുമ്പോൾ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് മഹി. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.